വംശോ കുടുംബത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെ ലളിതവും സുന്ദരവുമായ ഒരു അടിപൊളി വർക്കാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഒരു ക്രിസ്മസ് ട്രീ ആണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അത് ന്യൂസ് പേപ്പറിലാണ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അറിയണ്ടേ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു മെറ്റൽ റിങ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 9 ഇഞ്ചിൻ്റെ മെറ്റൽ റിങ്ങാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഫാബ്രിക് ഗ്ലൂ. ഇത് മൂന്നുമാണ് ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വന്ന ഒരു സാഹചര്യം വേറെ ഒന്നുമല്ല. ഞാനും ബ്രദറും കൂടെ എറണാകുളം ബ്രോഡ്വേയിൽ പോയി. ക്രിസ്മസ് എല്ലാം ആയതുകൊണ്ട് നല്ല തിരക്കുമൊക്കെയാണ്. അതിനകത്ത് കയറി പറ്റാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു കയറി. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ വിലയും കാര്യങ്ങളും എല്ലാം തിരക്കി. ആളൊരു 12 ഇഞ്ച് പൊക്കമുള്ള ഒരു ക്രിസ്മസ് ട്രീക്ക് 500 രൂപ വില പറഞ്ഞു. 500 രൂപ കൂടുതലല്ലേ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, സാധനമൊന്നും കിട്ടാറൊന്നുമില്ലല്ലോ, അപ്പോൾ ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഇത് ഫുള്ള് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടുമല്ലോ, അപ്പോൾ ഞാനിനി അതിനു വേണ്ടി എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും മുടക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ മാത്രമേ കിട്ടുകയുള്ളൂ, ഇത് ഫുള്ളായിട്ട് അലങ്കരിക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ നിങ്ങൾ തന്നെ മേടിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാം കൂടെ എത്ര രൂപ വരും? ഏകദേശം ഒരു 500 രൂപയോളം വരുമെന്ന് പറഞ്ഞു. 500 1000 രൂപ. ഞാൻ ചേട്ടനോട് പറഞ്ഞു, എടാ വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. എൻ്റെ മനസ്സിലൊരു 2 ഐഡിയ കാണുന്നുണ്ട്, രണ്ടും അങ്ങ് ചെയ്തേക്കാം. കാരണം ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർക്ക് ഇതൊന്ന് ചെയ്ത് എടുക്കണമെന്ന് ആഗ്രഹം തോന്നും, പക്ഷേ ഇത് മേടിക്കണമെന്നും ആഗ്രഹം തോന്നും, കയ്യിൽ കാശ് കാണില്ല. അപ്പോൾ റെഡിയാക്കി വീട്ടിലെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും രൂപ പോലും വേണ്ട, ഇതിൻ്റെ പകുതി മതി. ലളിതമായിട്ട് അടിപൊളി സുന്ദരമായിട്ട് ഈ ക്രിസ്മസ് ട്രീ റെഡിയാക്കി അവർക്ക് എടുക്കാൻ കഴിയും. കൂടാതെ എല്ലാ വർഷവും ഇത് തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇതിൻ്റെ ഹൈറ്റ് കൂടുതലും കുറച്ചും എടുക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ വെറുതെ എന്തിനാണ് പൈസ വേസ്റ്റ് ചെയ്യണം? അത് പാടില്ല. നമ്മൾ ഒരു സൈഡിൽ സമ്പാദിക്കുകയും വേണം, മറു സൈഡിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യാൻ പാടില്ല. അത് നമ്മൾ വെച്ചിട്ട് അടുത്ത വർക്കുകൾക്ക് എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആ പൈസ ഉപകരിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ നിനക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ അതിൽ അലങ്കരിക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. എല്ലാം കൂടെ മേടിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് എത്ര രൂപയായെന്ന് അറിയണ്ടേ? 200 രൂപ. ഇത് നേരെ കൊണ്ടുവന്നിട്ട് ഇത് ക്രിസ്മസ് ട്രീ റെഡിയാക്കിയിട്ട് ഇതിനെല്ലാം ചുറ്റി റെഡിയാക്കി 10 രൂപ വില മതിക്കുന്ന 2 LED ലൈറ്റ് എടുത്തു. ബാറ്ററിയുടെ വില നിങ്ങൾക്കറിയാം, ഒരെണ്ണം 10 രൂപയാണ്, 15 രൂപയുണ്ട്. അത് അത്യാവശ്യം നല്ല ബാറ്ററി മേടിച്ചു. അതും അതിനകത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തു. എനിക്ക് 200 രൂപ തികച്ചായില്ല, ഞാൻ റൗണ്ട് ഫിഗറിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ 1000 രൂപ കളഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കണം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്നല്ല ഇലകളും കാര്യങ്ങളും എല്ലാം തൊഴിഞ്ഞെല്ലാം പോയി കഴിഞ്ഞാൽ 500 പോയി, പിന്നെ ഈ അലങ്കരിച്ച സാധനങ്ങളും കാണില്ല, ഒന്നും കാണില്ല. ഇതാവുമ്പോഴത്തേക്കും അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ഒരെണ്ണം വീണ്ടും റെഡിയാക്കി എടുത്താൽ പോരെ, വളരെ ഈസി ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെ ഒരു വീഡിയോ കണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരെയും സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ചാനൽ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർ നല്ല സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. ഒരുപാട് നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. വളരെയധികം സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്കവിടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റും കാര്യങ്ങളും അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് പേജുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.